അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഓഫ് റോഡിങ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കൊടികുത്തിമലയിലൊക്കെ പോയത്. നമ്മുടെ വണ്ടി ഇതേ പണിയൊക്കെ ആയി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഇതുവരെ നമ്മുടെ വണ്ടി എവിടെയും പണിക്കൊന്നും കയറ്റിയിട്ടില്ല, വർക്ക്ഷോപ്പിലൊന്നും കയറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നല്ല മുമ്പിലൊക്കെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇന്ന് ഒരു വർക്ക്ഷോപ്പിൽ കയറ്റുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വയനാട് വരെ ഒരു ആവശ്യത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തമണ്ണ കേട്ടോ. നമ്മുടെ വണ്ടി നമ്മൾ ഒരു ഫ്രണ്ടിനെ അറിയാവുന്ന ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ വയനാടിന് പോകും. അപ്പോൾ വണ്ടി കൊടുത്തു കേട്ടോ, ഒരു ദിവസം കഴിഞ്ഞ വണ്ടി കിട്ടത്തുള്ളൂ. നമ്മളെന്തായാലും വയനാട് പോയിട്ട് വരുന്ന സമയമുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 11 മണിയായിട്ടോ. അത് നമ്മുടെ മുതലാളി സിജു ഒക്കെ വന്നിട്ടുണ്ട്. സിജിലും ഉണ്ട്. നമ്മൾ കാറിനാട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളിത് പോകുന്നത് ബത്തേരിക്കാണ്. ബത്തേരിക്ക് പോകുന്നത് എന്തിനാണെന്ന് നമ്മുടെ മുതലാളി ഇവിടെ ഇരിപ്പുണ്ട്. നീ പറടാ. ഒരു ഫോട്ടോഷൂട്ട് എടുക്കാനാണ് നമ്മൾ ഇന്ന് ബത്തേരിക്ക് പോകുന്നത്. ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ മുതലാളിയാന്ന് പറഞ്ഞത് ബാക്കിൽ കയറി ഇരിക്കുന്ന കേട്ടോ, ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. ഇത് നോക്കി, ഈ ലുക്ക് നോക്കി. അപ്പോൾ ബത്തേരിക്ക് പോകുന്ന കാഴ്ചകളായിരിക്കും ഈ ഒരു വീഡിയോയിൽ. ഇപ്പൊ നമ്മൾ പെരിന്തമണ്ണയാണ്. പെരിന്തമണ്ണ നമ്മൾ താമരശ്ശേരി വഴി ബത്തേരിക്ക് പോകും. അവിടെ റിസോർട്ടിൽ വെച്ചാണ് ഷൂട്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവും. അതുപോലെ 2 ദിവസം നമ്മൾ തൃശ്ശൂർ വെച്ചൊരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മോഡലാണ്. അത് നമ്മൾ ഓണത്തിന് മാത്രമേ ആ വീഡിയോ ഇടുള്ളൂ. നല്ല അടിപൊളി ഒരു വ്ളോഗ് ഉണ്ട്. അതുപോലെ ഇന്നിപ്പോ ഇവിടുന്ന് ബത്തേരി വരെ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഷിജിലാട്ടോ. ഷിജിൽ വരുന്നുണ്ട്. ഷിജിലാണെന്ന് വണ്ടി മാസ്ക്, പുതിയ മാസ്ക് ഒക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. അങ്ങോട്ട് പോവാ. ഇതാണ് നമ്മുടെ ഡ്രൈവർ സുഖു. മാസ്ക് വരില്ലേ? മാസ്ക് മാറ്റി. ഇവനെ കറക്റ്റ് 2 മണിക്കൂർ കഴിയുമ്പോ മാസ്ക് ഒക്കെ മാറ്റും. ഇത് പുതിയ വാങ്ങിച്ച എത്ര റുപ്യ? ഇവന് കറക്റ്റ് 2 മണിക്കൂർക്ക് 2-3 മണിക്കൂറൊക്കെ കൂടുമ്പോ മാസ്ക് ഒക്കെ മാറ്റി ഭയങ്കര ഹൈജീനിക് ആയിട്ട് നടക്കുന്ന ആളാണ്. നമ്മൾ പോകുന്നത് മഞ്ചേരി, അരീക്കോട്, മുക്കം വഴി താമരശ്ശേരി, കൽപ്പറ്റ, ബത്തേരി അങ്ങനെ കേട്ടോ. അത് നമ്മളിപ്പോ പെരിന്തമണ്ണ വിട്ടിട്ടേ ഉള്ളു. അപ്പൊ ഇത് പാലക്കാട് കോഴിക്കോട് റോഡ് കേട്ടോ. ഇവിടെ അതെ നമ്മൾ തിരൂർക്കാട് എത്തി. പെരിന്തമണ്ണ കഴിഞ്ഞത് നേരെ മലപ്പുറം റോഡാണ്. ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞിട്ടാണ് മഞ്ചേരിക്കാണ് പോകുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് മങ്കട മഞ്ചേരി റൂട്ടാട്ടോ. നേരെ അങ്ങോട്ടുള്ളത് കോഴിക്കോട് റോഡ്, മലപ്പുറം കോഴിക്കോട്. ഇത് നമ്മുടെ താമരശ്ശേരിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മഞ്ചേരി തൊട്ടൊക്കെ പോകുന്ന റോഡാണ്. നമ്മുടെ ഈ തിരിവ് വരുന്നോണ്ടാണ് ഇവിടെ തിരൂർക്കാട് എന്നുള്ള പേര് വന്നത്. അതൊന്ന് പറഞ്ഞോ. ഇപ്പൊ മുതലാളി പറഞ്ഞെന്ന് വെച്ചാൽ തിരൂർക്കാട് എന്നുള്ള പേര് വരാൻ കാരണം ഇവിടെ ഈ തിരിവുള്ളത് കൊണ്ടാണെന്ന് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ കേട്ടോ നമ്മുടെ PUBG ഇത് ഒഴിവാക്കുന്നതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ ഇവന് നല്ലൊരു PUBG പ്ലെയർ. നിന്റെ അഭിപ്രായം എന്താ PUBG കളയുന്നതിനോട്? എന്ത് നല്ലതോ? നിനക്ക് വിഷമല്ലേ? കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. ഫുൾ ടൈം PUBG. രാവിലെ വെളുപ്പിന് 4 മണിക്കൊക്കെ എണീറ്റിരുന്ന് PUBG കളിക്കുന്ന ആളാ. രാത്രി 2 മണി വരെ കളിക്കും. PUBG പോയതിന് നല്ല വിഷമമുണ്ട് അല്ലേ? കുട്ടികളൊക്കെ നാശാവുന്നുണ്ട് കൊറേയൊക്കെ. അപ്പൊ അയ്യോ, ഞാനങ്ങനെ കളിക്കലില്ലല്ലോ. പണ്ടേ നാശമായതാ. എന്തായാലും ഞാൻ ഗെയിമൊന്നും കളിക്കലില്ല. നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറ. PUBG കളിക്കുന്ന കുറെ പേരുണ്ട്, പ്രായമായവരും അല്ലാത്തവരും കുട്ടികളടക്കം ഒരുപാട് പേര് PUBG കളിക്കുന്നവരാണ്. ഇവിടുന്ന് കേട്ടോ നമ്മുടെ മറ്റേ ചെകുത്താൻകോട്ട, ചേരിയമല, മങ്കടയിലുള്ള ചേരിയമലയൊക്കെ കയറി പോകുന്ന വഴി. നമ്മളിപ്പോൾ മഞ്ചേരി കഴിഞ്ഞ് നെല്ലിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടും. ഇവിടുന്ന് റൈറ്റിലേക്കാണ് എടവണ്ണ, നിലമ്പൂരൊക്കെ റൂട്ട്. നമ്മൾ നേരെ ആണ് അരീക്കോട് താമരശ്ശേരി റൂട്ടാണ്. അങ്ങോട്ടാണ് നിലമ്പൂർ റൂട്ട്.
അപ്പോൾ നമ്മള് മുക്ക് എത്തി കേട്ടോ. മുക്കത്ത് നമ്മളിവിടെ ഇപ്പൊ ഇരുന്ന് കഴിക്കുന്നൊന്നുമില്ല, എവിടെയും ഹോട്ടലിലൊന്നും കയറുന്നില്ല. നമ്മള് ചപ്പാത്തി കമ്പനി ചപ്പാത്തി ചിക്കൻ കറിയും വാങ്ങിച്ചു. നമ്മളിപ്പോ ഓമശ്ശേരി കഴിഞ്ഞ താമരശ്ശേരി ഉള്ളതാണ് കേട്ടോ. അതായത് കൂടത്തായി എത്തുന്നതിന് മുമ്പാണ്. ഇവിടെ വെളിമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പണ്ടൊരു ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് നടന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു മലയുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്കൊന്നും അറിയാത്ത ഈ നാട്ടിൽ മാത്രമുള്ള ചെറിയൊരു കുന്ന്, എലിയമ്പറ എന്ന് പറഞ്ഞിട്ടൊരു മല. നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കുന്നായിരുന്നു, പക്ഷെ അടിപൊളി. അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഇതേപോലെ വയനാട് മലകൾ കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ തന്നെ നല്ല മഞ്ഞും കോടയൊക്കെ കിട്ടിയിരുന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നായിരുന്നു. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. താമരശ്ശേരി കഴിഞ്ഞ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് നമ്മുടെ വയനാട് മലകളൊക്കെ കാണാൻ പറ്റും. അടിപൊളി. നല്ല മഴക്കോളം, അതിന്റെ മോൾ ഭാഗമൊക്കെ കോടയിൽ മൂടി കിടക്കുക. നമുക്ക് ഇത്ര നേരം നല്ല വെയിലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്ന് ചെറിയ രീതിയിൽ മഴക്കോളൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുതലാളി ഇവിടെ നല്ല ഉറക്കത്തിലാട്ടോ. പുള്ളിക്കാരൻ ഉറങ്ങുമ്പോൾ ഇതേപോലെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കിടന്ന് ഉറക്കത്തുള്ളൂ. സിജു എഴുന്നേക്ക്, സിജു. അത് വേണ്ട, അത് വേണ്ട, അഭിനയമാണെന്ന് പറയത്തേ ഇല്ല. അങ്ങ് മലമുകളിലൊക്കെ നല്ല കോടയാണ്. അതുപോലെ റോട്ടിലും കോട പൊങ്ങുന്നുണ്ട്. ഒരു പ്രത്യേകതരം കോടയാണ്, കണ്ടില്ലേ? നമ്മുടെ കേരളത്തിലും മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന കോടയാണ്. എല്ലാ സീസണിലും ഉണ്ടാവും ഈ കോട. നമ്മൾ വയനാട്ടിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെറിയ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ചെറുതായിട്ട് ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, അടിപൊളി. അവിടെയൊക്കെ നല്ല മഴയാണ്. ക്ലൈമറ്റും മാറി. ഏതായാലും അങ്ങനെ നമ്മള് ചുരം ആരംഭിച്ചു കേട്ടോ. ചെറിയൊരു മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട് ഇപ്പോ, കണ്ടില്ലേ? അപ്പോൾ നമ്മളങ്ങനെ താമരശ്ശേരി വ്യൂ പോയിന്റ് അവിടെ എത്തി കേട്ടോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കണ്ണൂർ ഇരിട്ടിയിലേക്ക് പോയപ്പോൾ ഇതേപോലെ കണ്ടത്. ആ പോകത്തൊക്കെ കണ്ടോ, കോട ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. അടിപൊളി. നമുക്ക് ഇവിടെ എവിടെയും വണ്ടി നിർത്താൻ പാടില്ല. നമുക്ക് എവിടെയെങ്കിലും പറ്റിയാവുന്ന ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് വീഡിയോ എടുത്തിട്ട് പോവാം. നമുക്ക് മെയിൻ വ്യൂ പോയിന്റ് അവിടെ ശരിയല്ലേ, അപ്പുറത്തെ സൈഡിലേ ഒന്ന് നിർത്തിക്കോ. ആ ഭാഗത്തൊക്കെ കണ്ടോ, കോട ഇങ്ങനെ ഈ മലയിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. താമരശ്ശേരിയിൽ ഈ ഒരു വ്യൂ പോയിന്റ് വന്ന് നമ്മൾ നിർത്താണ്ട് പോകുന്നത് മോശമല്ലേ? ഇറങ്ങിയിട്ട് പോകണം എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വ്യൂ പോയിന്റ് നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കോഴിക്കോടിന്റെ എല്ലാ ഭാഗങ്ങളും കാണാം. നമുക്കൊന്ന് പെട്ടെന്ന് ഇറങ്ങി ഒന്ന് കണ്ടിട്ട് പോവാം. ഇത് കണ്ടോ, അടിപൊളി. നല്ല തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. ഇതേ താഴെ റോഡും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇതൊക്കെ കാണിച്ചതാണ്. ഷിജിൽ ആദ്യമായിട്ടല്ലേ താമരശ്ശേരി വരുന്നത്? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ചുമ്മാ കേട്ടോ. അതേ താഴേന്ന് വണ്ടിയൊക്കെ വരുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇവരിവിടെ ഫോട്ടോഷൂട്ടൊക്കെ കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടി മാത്രമേ ഇപ്പോൾ നിർത്തിയിട്ടുള്ളൂ, വേറെ ആരും ഇപ്പോൾ നിർത്തിയിട്ടില്ല.
ഇതുണ്ടോ ഇവിടെയൊക്കെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡൊക്കെ വെച്ചേക്കുന്ന കാണാം. പോലീസൊക്കെ വന്ന സീനാവും. നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ പോവാം. കഴിഞ്ഞില്ലേ? മതി ഷിജിലേ, മതി. വാ പോവാ. വാ 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 പോ കയറി 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 കയറി. അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ല ഇവിടെ വെച്ച് അവസാനിച്ചു. വെൽക്കം ടു വയനാട്. ഇത് കാണുമ്പോൾ കിട്ടുന്ന വേറൊരു ഫീലാട്ടോ. കണ്ടില്ലേ, നമ്മളങ്ങനെ വയനാടിലേക്ക് എൻട്രി. അവരുടെ പോലീസിൻ്റെ ചെക്കിങ് ഒക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. നമ്മുടെ മലബാറുകാരുടെ മൂന്നാറും വട്ടവടയൊക്കെ ഇതാട്ടോ. ആരോടോ ഇംഗ്ലീഷിൽ വീഡിയോ കോൾ ചെയ്യുന്ന നമ്മളിതാ കൽപ്പറ്റ എത്തിട്ടോ. കൽപ്പറ്റ ബൈപ്പാസിലൂടെ നമ്മൾ പോകുന്നത്. ടൗണിൽ ടച്ച് ചെയ്യാണ്ട് ഇതിലെ പോയിട്ട് നമ്മൾ ബത്തേരിക്ക് തിരിയാൻ വേണ്ടിയിട്ട് പോകട്ടോ. അടിപൊളി. ഇവിടുത്തെ ബൈപ്പാസ് പിന്നെ വേറെ രസമാണ്. സാധാരണ എല്ലാ നാട്ടിലെയും ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നല്ല റോഡായിരിക്കും. പക്ഷേ ഇവിടുത്തെ ബൈപ്പാസ് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുന്ന ഒരു റോഡാണ്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഒരു വലിയ പാറയുണ്ട്, മുകളിൽ ക്ഷേത്രമൊക്കെ ഉള്ളത്. ബൈപ്പാസിൽ ഇവിടെ നിർത്തി കേട്ടോ. ഇവിടെ ഞങ്ങൾ നോക്കി കാണാം, അവിടെ കാണാം ഒരു പാറ കാണാം. പാറ അതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രവും. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മയിലാടി പാറ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവിടെ ഉണ്ട്. നമ്മളത് കയറുന്നൊന്നുമില്ല. നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ നല്ല തണലുള്ളൊരു സ്ഥലത്ത് ഇവിടെ മുളേൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. ബാക്കി നമ്മളവിടെ സുൽത്താൻ ബത്തേരി എത്തിട്ടോ. നമ്മളിവിടെ ഉള്ള എല്ലി ഏതൻ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടെയാണ് നമുക്ക് താമസവും കാര്യങ്ങളൊക്കെ. നമ്മുടെ സിജുവിൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു റിസോർട്ടാണ്. നേരെയുള്ള റോഡ് നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ റോഡാട്ടോ. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു. ഏതൻ റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന റിസോർട്ട്. ഇവിടെയുള്ള സുൽത്താൻ ബത്തേരിയിലുള്ളതാണ്. ലീ ഏതെന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. ഇതുണ്ടോ അവിടെ കയറുന്ന കവാടം തന്നെ കണ്ടു, ഒരു മുള കൊണ്ടൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നിലവിൽ കൊറോണ ആയതുകൊണ്ട് ഓപ്പൺ ആണ്. പക്ഷേ അതുപോലെ തന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ടാണ് ആൾക്കാരെ കയറ്റുന്നത്. അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്ന് വരുന്നവരൊന്നും ഇങ്ങോട്ട് കയറ്റത്തില്ല. അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്ത ഏരിയ ഒക്കെ നോക്കി ഇവിടെ എല്ലാം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇതിനകത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഇന്ന് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് ബത്തേരി വരെ വരുന്ന ഒരു ട്രാവൽ വീഡിയോ ചെയ്തേ ഉള്ളൂ. സിജു ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ താമസിക്കാൻ വന്നത്. അപ്പോൾ സിജു ഇവിടുത്തെ താമസിച്ച് ഇവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അടുത്ത വീഡിയോയിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടാലേ നമ്മുടെ വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ശരി.